കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നോ? ആൻസർ പറഞ്ഞായിരുന്നോ? കുറച്ചു പേരൊക്കെ അയച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി പറഞ്ഞുതരാം. എക്സസൈസ് 4.1 അല്ലേ പറഞ്ഞേ ഹോംവർക്ക്? യെസ്. അതില് ഫസ്റ്റ് വൺ ചൂസ് ഫ്രം ദി ബോക്സ് ആൻഡ് റൈറ്റ്. ഒരു ബോക്സിൽ കുറച്ച് തിങ്സിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഡൈസ്, പൈപ്സ്, ഫ്രിഡ്ജ്, ഓറഞ്ച്, ഐസ്ക്രീം കോൺ, ബിൽഡിംഗ് ബ്ലോക്സ്, മാർബിൾസ്, ഗ്ലാസ്, പെൻസിൽ ബോക്സ്, പാർട്ടി ക്യാപ്പ്. ഇത്രയും സാധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ ഷേപ്പിലാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതണം. ഓക്കെ? അപ്പൊ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്യൂബോയിഡൽ ഷേപ്പ്. ക്യൂബോയിഡൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡ് നമ്മൾ സോളിഡ് ഷേപ്പ് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയുള്ള ഷേപ്പാണ്. ആ ഷേപ്പിലുള്ള രണ്ട് സാധനങ്ങൾ അവിടെയുണ്ട്. ക്യൂബോയിഡൽ ഷേപ്പിലുള്ള രണ്ട് സാധനങ്ങള് ആ ബോക്സിനകത്തുണ്ട്. ബോക്സിനകത്ത് കൊടുത്ത സാധനങ്ങളുടെ പേരിനകത്തുണ്ട്. അതേതൊക്കെയാ? ഒന്ന് ഫ്രിഡ്ജ്. ക്യൂബോയിഡൽ ഷേപ്പ് എങ്ങനെയാന്ന് തൊട്ട് മുന്നത്തെ പേജിൽ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ക്യൂബോയിഡ് കണ്ടോ? ഓറഞ്ച് കളറിൽ ക്യൂബോയിഡ് കണ്ടോ? ആ ഷേപ്പിലുള്ളത് ഫസ്റ്റ് വൺ ഫ്രിഡ്ജ്. ശരിയാണോ? എഴുതിയവര് ശരിയാണോ നോക്കണേ. ഫസ്റ്റ് വൺ ഫ്രിഡ്ജ്, സെക്കൻഡ് വൺ പെൻസിൽ ബോക്സ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഫ്രിഡ്ജും പെൻസിൽ ബോക്സും ആണ് ക്യൂബോയിഡൽ ഷേപ്പ്. ഓക്കെ. സെക്കൻഡ് വൺ സ്ഫെറിക്കൽ ഷേപ്പ്. സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ സ്ഫിയറിന്റെ ഷേപ്പിലുള്ളത്. സ്ഫിയർ എങ്ങനെയാന്ന് തൊട്ട് മുന്നത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ആ ഏറ്റവും ലാസ്റ്റ് അഞ്ചാമത്തെ വയലറ്റ് കളറിലുള്ള സ്ഫിയർ, അതായത് ബോളിന്റെ ഷേപ്പിലുള്ളത് അതല്ലേ? അപ്പൊ സ്ഫിയറിന്റെ ഷേപ്പിലുള്ള അവിടെ രണ്ട് സാധനങ്ങൾ, ഒന്ന് ഓറഞ്ചും രണ്ട് മാർബിളും. ഓറഞ്ച് ആൻഡ് മാർബിൾ. Okay, next third one conical shape. Conical shape എന്ന് വെച്ചാൽ കോണിന്റെ ഷേപ്പിലുള്ളത്. കോണിന്റെ ഷേപ്പ് എങ്ങനെയാ? കോൺ എങ്ങനെയാ? തൊട്ട് മുന്നത്തെ പേജിൽ ഒന്ന് നോക്കിയേ. റെഡ് കളറിൽ നാലാമത്തെ കോൺ കണ്ടില്ലേ? ആ ഷേപ്പിലുള്ള രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഐസ്ക്രീം കോണും പാർട്ടി ക്യാപ്പ്. ഐസ്ക്രീം കോൺ ആൻഡ് പാർട്ടി ക്യാപ്പ്. കോണിക്കൽ ഷേപ്പിലുള്ള രണ്ടെണ്ണം, ഒന്ന് ഐസ്ക്രീം കോൺ, പാർട്ടി ക്യാപ്പ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ക്യൂബിക്കൽ ഷേപ്പ്. ഈ രണ്ട് ഷേപ്പ് തമ്മിൽ മാറാൻ പാടില്ല. അതായത് ക്യൂബോയിഡൽ ഷേപ്പും ക്യൂബിക്കൽ ഷേപ്പും. ക്യൂബോയിഡൽ ഷേപ്പ് എന്ന് വെച്ചാൽ പെൻസിൽ ബോക്സിന്റെ ഷേപ്പിലുള്ളത്. ക്യൂബിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ ഡൈസ്, അതായത് റുബിക്സ് ക്യൂബ് ഒക്കെ ആ ഷേപ്പിലാണ്. അപ്പൊ ഡൈസിന്റെ ഷേപ്പിലുള്ളതാണ് ക്യൂബ്. ക്യൂബിക്കൽ ഷേപ്പിലുള്ള രണ്ടെണ്ണം ഉണ്ട് ഇവിടെ, ഒന്ന് ഡൈസും ബിൽഡിംഗ് ബ്ലോക്സും. ഡൈസ് ആൻഡ് ബിൽഡിംഗ് ബ്ലോക്സ്. ക്യൂബിക്കൽ ഷേപ്പിലുള്ള രണ്ടെണ്ണം, ഫസ്റ്റ് വൺ ഡൈസ്, സെക്കൻഡ് വൺ ബിൽഡിംഗ് ബ്ലോക്സ്. നെക്സ്റ്റ് ഫിഫ്ത് വൺ സിലിണ്ടറിക്കൽ ഷേപ്പ്. സിലിണ്ടറിന്റെ ഷേപ്പിലുള്ള, സിലിണ്ടറിന്റെ ഷേപ്പ് എങ്ങനെയാണ് തൊട്ട് മുന്നത്തെ പേജിൽ നോക്കിയ മൂന്നാമത്തെ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളത് ഒന്ന് പൈപ്പ്, സെക്കൻഡ് വൺ ഗ്ലാസ്. പൈപ്പ് ആൻഡ് ഗ്ലാസ്. Pipe and glass.
അപ്പൊ അതെല്ലാം ആയല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലായല്ലോ. അതായത് ബോക്സിൽ കുറെ പേര് തന്നിട്ടുണ്ട്, കുറെ സാധനങ്ങളുടെ പേര്, അത് ഏതൊക്കെ ഷേപ്പിൽ ഉള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ക്യൂബോയിഡ്, ക്യൂബ്, സിലിണ്ടർ, കോൺ ഓർ സ്ഫിയർ ഫോർ ദി ഫോളോയിങ് ഒബ്ജെക്ട്സ്. കുറെ ഒബ്ജക്ട്സിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെ ഷേപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. ഏതൊക്കെ ഷേപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. അത് മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് സിലിണ്ടർ ഷേപ്പ്. അങ്ങനെ തന്നെയാണോ നോക്കിയേ, സിലിണ്ടറിന്റെ ഷേപ്പ്, സിലിണ്ടർ ഷേപ്പ്. സെക്കൻഡ് വൺ ഒരു ബോൾ ആണല്ലേ കൊടുത്തത്. ബോളിന്റെ ഷേപ്പ് എന്താ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന തന്നെ ബോൾ ആണ്. ആ ഷേപ്പ് പറയുമ്പോ, സോളിഡ് ഷേപ്പ് പറയുമ്പോ എക്സാമ്പിൾ പറഞ്ഞത് ബോൾ ആണ്. ഏതാത്, സ്ഫിയർ. സെക്കൻഡ് വൺ സ്ഫിയർ. തേർഡ് വൺ നമ്മള് എക്സാമ്പിൾ പറഞ്ഞത് തന്നെ, it is cube. തേർഡ് വൺ ഡൈസ്. ഇതാണ് ഡൈസിന്റെ ചിത്രം കേട്ടോ. ഡൈസ് എന്താന്ന് പറഞ്ഞിട്ടില്ലേ മിസ്, ലൂഡോ കളിക്കുന്ന സമയത്ത് നമ്മൾ റോൾ ചെയ്യുന്ന സാധനമാണ് ഡൈസ്. ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ ആണ്, മൂന്നാമത്തെ പിക്ചർ ആണ് ഡൈസ്. അതെന്ത് ഷേപ്പ് ആണ്, ക്യൂബ്. CUBE, ക്യൂബ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം. കോൺ ഐസ്ക്രീമിന്റെ ഷേപ്പ് എന്തായിരുന്നു, കോൺ. CONE, കോൺ. CONE, കോൺ. നെക്സ്റ്റ് ഫോർത്ത് വൺ ഒരു ബോക്സ് പോലുള്ള ഒരു സാധനം കൊടുത്തിരിക്കുന്നത്, അതിന്റെ ഷേപ്പ് ക്യൂബോയിഡ്. ലാസ്റ്റ് വൺ ക്യൂബോയിഡ്. അപ്പൊ നമ്മുടെ ആ ചാപ്റ്ററും ഫിനിഷ് ആയി. എഴുതി കഴിഞ്ഞില്ല എല്ലാരും? എഴുതി കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്റർ തുടങ്ങാം. അഞ്ചാമത്തെ ചാപ്റ്റർ എന്താ? ഇറ്റ് ഈസ് പാറ്റേൺ. പാറ്റേൺ കേട്ടിട്ടുണ്ടോ? പാറ്റേൺ എന്താന്ന്? PATTERNS, പാറ്റേൺസ്. കേട്ടിട്ടുണ്ടോ പാറ്റേൺ എന്താ? കേട്ടവർ കൈവന്നിച്ചേ. പാറ്റേൺ എന്നുള്ള വേർഡ് കേട്ടിട്ടുള്ളവർ കൈവന്നിച്ചേ. ഓക്കെ, എന്താ ഫ്ലൂ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ? ഫോണിന്റെ ലോക്ക്. ഫോണിന്റെ ലോക്ക് പാറ്റേൺ. ഓക്കെ, ഫോണിന്റെ ലോക്ക് പാറ്റേൺ. അപ്പൊ അതാണ് നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന പാറ്റേൺ അല്ലേ? അതാണോ ഇഫ്ര കേട്ടത് പാറ്റേൺ എന്ന് പറഞ്ഞാല്? യെസ്, ഫോണിന്റെ ലോക്ക് അല്ലേ? അതായത് മിസ് കാണിച്ചു തരാം. ഇതല്ലേ, ഇതല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്ന പാറ്റേൺ? ഒന്ന് നോക്കിയേ എല്ലാരും. ഇങ്ങനെ വരയ്ക്കുന്നതിനല്ലേ പാറ്റേൺ എന്ന് പറയുന്നത്? ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് വരയ്ക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള പാറ്റേൺ ഡ്രോ അൺലോക്ക് പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കാണുന്ന പാറ്റേൺ. എന്നാല് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാറ്റേൺ അതല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള പാറ്റേൺ വേറെ കേട്ടോ. എന്താണെന്നറിയോ പാറ്റേൺ എന്ന് പറഞ്ഞാല്? സെയിം ഒരേപോലുള്ള സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ക്രിസ്റ്റി എവിടുന്നാ ഓടി വരുന്നേ? എവിടെ പോയതാ ക്രിസ്റ്റി? ക്രിസ്റ്റി ലിബിൻ. ഓക്കെ, അപ്പൊ പാറ്റേൺ എന്ന് പറഞ്ഞാല് ഒരേപോലുള്ള ചിത്രം അല്ലെങ്കിൽ ഒരേപോലുള്ള സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ അടുപ്പിച്ച് വെക്കുന്നതിനാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ മിസ് ഒന്ന് വായിക്കാം.
One day, Aditi's dog returned from his walk with muddy paws. This is what the floor looked like. His paws had made a pattern on the floor. നിങ്ങളുടെ വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ട് എന്ന് വിചാരിക്കാം. എന്ത്? നിങ്ങളുടെ വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ട്. അപ്പൊ ഭയങ്കര കുരുത്തം കെട്ട വികൃതി ആയിട്ടുള്ള നായ്ക്കുട്ടിയാ. ഒരു ദിവസം കളിക്കാൻ പോയി. പുറത്തൊക്കെ പോയി ചളിയൊക്കെ പെരിഞ്ഞി കാലിന് മൊത്തം ചളിയായിട്ട് വീട്ടിലേക്ക് വന്നു. നിങ്ങളെ കണ്ട ഉടനെ നായ്ക്കുട്ടി എന്ത് ചെയ്തു? വീട്ടിലേക്ക് ചാടി കയറി ഫ്ലോറിൽ നല്ല വെളുത്ത അമ്മ തുടച്ചു വെച്ച നല്ല വെളുത്ത ഫ്ലോറിൽ ആ ചളിയില്ല കാലോട് അങ്ങനെ അങ്ങ് കയറി വന്നു. അപ്പൊ ഫ്ലോറിൽ എന്ത് കാണും? ആ നായ്ക്കുട്ടിയുടെ കാൽപ്പാട് കാണുമല്ലോ, ചളീന്റെ പാട് കാണുമല്ലോ, ഇല്ലേ? അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതാ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഡയഗ്രാം കൊടുത്തിരിക്കുന്നുണ്ട്. ഇതാ ആ നായ്ക്കുട്ടിയുടെ അടുത്ത് കണ്ടോ ടെക്സ്റ്റില്? അതുപോലെ ആയിരിക്കും ആ നായ്ക്കുട്ടിയുടെ കാൽപ്പാടുകൾ കാണുന്നത്. അപ്പോ അത് ഒരേപോലുള്ള കാൽപ്പാടുകളല്ലേ ഇങ്ങനെ വെച്ച് 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 പോകുമ്പോ? that pose എന്ന് വെച്ചാൽ PAWS pose, കാൽപ്പാടിന്റെ made a pattern on the floor, made a pattern on the floor. അതായത് ഒരേപോലെയാണ് ആ കാൽപ്പാടിന്റെ ചിത്രം വരുന്നത്. അത് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്തായി? ഒരു പാറ്റേൺ ആയി. ഓക്കെ. പിന്നെ നിങ്ങളുടെ വീട്ടില് പെയിന്റ് അടിക്കുന്നുണ്ടെന്ന് വെച്ചോ. നിങ്ങളുടെ വീട്ടില് പെയിന്റ് അടിക്കുന്നുണ്ട്. ഓരോ റൂമില് ഓരോ കളറാണ് അടിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ കുരുത്തം കെട്ട കുട്ടികളായതുകൊണ്ട് പെയിന്റ് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? പെയിന്റിൽ കൊണ്ടുപോയി അങ്ങ് കൈ കുത്തി. ആദ്യം ഒരു കളറിൽ അങ്ങ് കൈ മുക്കി, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഒരു ചുമന്റെ മേലെ അങ്ങ് വെച്ചു. അതൊരു റെഡ് കളറാന്ന് വിചാരിച്ചോ. ഇനി വേറെ പിന്നെ രണ്ടാമത് പോയിട്ട് ഒരു ബ്ലൂ കളർ പെയിന്റിൽ അങ്ങ് കൈ കുത്തി, എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് വെച്ചു. അങ്ങനെ ഈ റെഡ് കളറും ബ്ലൂ കളറും കൈ ഇങ്ങനെ മാറി മാറി കുത്തി ചുമന്ന് ഇങ്ങനെ കൈയിന്റെ അടയാളം അങ്ങ് പതിപ്പിച്ച് പോയാല് ദാറ്റ് മേക്സ് എ പാറ്റേൺ. ആദ്യം റെഡ്, പിന്നെ ബ്ലൂ, പിന്നെ റെഡ്, പിന്നെ ബ്ലൂ, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ അത് തുറന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് എ പാറ്റേൺ. എന്താ പാറ്റേണിന്റെ സ്പെല്ലിംഗ്? What is the spelling of pattern? P-A-T-T-E-R-N-S. P-A-T-T-E-R-N-S. അപ്പൊ നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒരുപാട് പാറ്റേൺ കാണാൻ പറ്റും. ചുറ്റും നോക്കിയാല് ഒരുപാട് പാറ്റേൺ കാണാൻ പറ്റും. നിങ്ങളുടെ വീടിന്റെ ടൈൽസിൽ കാണുന്ന ഡിസൈൻ, ഫ്ലോറിന്റെ ടൈൽസിൽ ഡിസൈൻ ഉണ്ടാവില്ലേ? അത് തുടർച്ചയായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ട് പോലെ ചെയ്യാം. ഓരോ ടൈൽസിലും ഓരോ ഡിസൈൻ അല്ലല്ലോ, എല്ലാ ടൈൽസിലും ഒരേ ഡിസൈൻ അങ്ങനെ അങ്ങ് തുറന്നുകൊണ്ട് പോന്നു. അതൊരു പാറ്റേൺ ആണ്. പിന്നെ നിങ്ങളുടെ അമ്മയുടെ സാരിയിലുള്ള ഡിസൈൻ, സാരിയുടെ ബോർഡറിലൊക്കെ വരുന്ന ഡിസൈൻ ഇല്ലേ? ഒരു ഡിസൈൻ തന്നെ ഫുള്ള് സാരിയുടെ ബോർഡറിന്റെ അറ്റത്ത് മുഴുവൻ ഉണ്ടാവില്ലേ? ദാറ്റ് മേക്സ് എ പാറ്റേൺ. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഒന്നുകിൽ ഗേറ്റില് അല്ലെങ്കിൽ ജനലിനൊക്കെ ഗ്രില്ലില്ലേ, ഗ്രില്ലിനൊക്കെ ഒരു ഡിസൈൻ വെക്കില്ലേ? അല്ലെങ്കിൽ ഗേറ്റിന് ഓരോ ഡിസൈൻ വെക്കില്ലേ? അത് ഒരേ ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യുന്നേ? അല്ല ഇങ്ങനെ വരച്ചൂട്ടിയ പോലെ അല്ലല്ലോ ഉണ്ടാവുക. ഒരു ഡിസൈൻ ആദ്യം ഒരു സൈഡില്, പിന്നെ തൊട്ടടുത്ത് അതേ ഡിസൈൻ, തൊട്ടടുത്ത് അതേ ഡിസൈൻ, അങ്ങനെ ആയിരിക്കില്ല റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ദാറ്റ് മേക്സ് എ പാറ്റേൺ. ഓക്കെ. അപ്പോ ആ ചാപ്റ്റർ തുടങ്ങുന്ന പേജില് ഏറ്റവും ലാസ്റ്റ് ഒരു ഗ്രീൻ കളർ ബോക്സിൽ ഒരു 2 ഡയഗ്രാം കണ്ടോ? അതൊരു പാറ്റേൺ ആണ്. അതായത് ആദ്യത്തേത് കണ്ടോ? ആദ്യം നേരെയുള്ള ഒരു ട്രയാങ്കിൾ, ആദ്യം
നേരെയുള്ള ഒരു ട്രയാങ്കിൾ. മിസ് വരച്ച് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ആദ്യം ദാ ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ അല്ലേ. രണ്ടാമത് വരുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. പിന്നെ മൂന്നാമത് വരുന്നത് ഡീന്റെ ഷേപ്പ്. അഗൈൻ ആദ്യത്തെ ട്രയാങ്കിൾ പോലെ നേരെ നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ. പിന്നെ ആദ്യം ചേർന്നിട്ടുള്ള ഒരു ട്രയാങ്കിൾ അല്ലേ, അങ്ങനെയല്ലേ വരുന്നേ. പിന്നെ അഗൈൻ ഡി ഷേപ്പ്. പിന്നെ ആദ്യം എന്ത് ചെയ്യുന്നു, നേരെ നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ. പിന്നെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ. പിന്നെ അടുത്തത് ഏതായിരിക്കും? അടുത്ത ഏതായിരിക്കും കുര്യൻ എന്ന് പറഞ്ഞേ? ഡി ഷേപ്പിൽ വരുന്നത് അല്ലെ. ആദ്യം നേരെ നിൽക്കുന്ന ട്രയാങ്കിൾ, പിന്നെ ചെരിഞ്ഞു നിൽക്കുന്ന ട്രയാങ്കിൾ, പിന്നെ ഡി ഷേപ്പില്. അപ്പൊ ഇതിന്റെ എന്താ ക്വസ്റ്റ്യൻ അറിയോ? സർക്കിൾ വാട്ട് ഷുഡ് കം ഫാസ്റ്റ്. ആദ്യത്തത് ഒരു റെക്ടാങ്കിളിനകത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും റെക്ടാങ്കിളിന്റെ അകത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇത്രയും. അപ്പൊ അടുത്തത് ഇതാണ് ആൻസർ. എന്ത്? ഈ ഡി ഷേപ്പ് ആണ് ഇതിന്റെ ആൻസർ. അത് അതിനകത്ത് സർക്കിൾ ചെയ്ത് വെച്ചോ. ആ 3 ആൻസർ പുറത്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്ന് ആ ഡി ഷേപ്പിന് സർക്കിൾ ചെയ്ത് വെക്കുക. അപ്പൊ അതാണ് അടുത്തത് വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പാറ്റേൺ നോക്കി ഒന്ന്. അടുത്ത പാറ്റേൺ നോക്കിയേ. ആദ്യം ഒരു എ ഷേപ്പ് അല്ലെ, പിന്നെ ഒരു 8 എഴുതുന്ന പോലുള്ള ഒരു ഷേപ്പ്, പിന്നെ ഒരു എന്താ ഇപ്പൊ അതിനെ പറഞ്ഞുതരാം, ഒരു 4 സൈഡുള്ള ഒരു ഷേപ്പ്. അഗൈൻ എന്റെ ഷേപ്പ്, പിന്നെ ഒരു 8ന്റെ ഷേപ്പ്, പിന്നെ ആ 4 സൈഡുള്ള ഷേപ്പ്. അഗൈൻ എ, പിന്നെ 8, പിന്നെ ഏതാ വരണ്ടേ? ഏതാ നിഹ? അടുത്തത് ഏതാ വരണ്ടേ? എ ആണോ, 4 സൈഡുള്ള ഷേപ്പ് ആണോ, 8 ഉള്ള ഷേപ്പ് ആണോ? 8ന്റെ ഷേപ്പ്. 8ന്റെ ഷേപ്പ് അല്ലല്ലോ. 8ന്റെ ഷേപ്പ് കഴിഞ്ഞിട്ട് ഏതാ വരുന്നേ? എന്റെ ഷേപ്പ്. എന്റെ ഷേപ്പ്. ആദ്യം എന്റെ ഷേപ്പ്, പിന്നെ 8ന്റെ ഷേപ്പ്, പിന്നെ 4 സൈഡുള്ള ഷേപ്പ്. അങ്ങനെയാകുമ്പോ 8ന്റെ ഷേപ്പ് കഴിഞ്ഞിട്ട് ഏതാ വരിക? 4 സൈഡിലെ ഷേപ്പ്. 4 സൈഡിലെ ഷേപ്പ്. അതിനൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചേ. പുറത്ത് കൊടുത്തിരിക്കുന്ന 3 എണ്ണത്തില് 4 സൈഡിലുള്ള ഷേപ്പിനൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളിയാണേ. 112ാമത്തെ പേജ് എടുത്തേ നിങ്ങള്. 112ാമത്തെ പേജ് എടുത്തോ? എടുത്തോ? അത് കുറേ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്, കുറേ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് കളർ കൊടുക്കാനോ? കളർ കൊടുക്കാനല്ല, എന്താ ചെയ്യണേന്ന് അറിയോ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരയ്ക്കാം. നിങ്ങളുടെ ഫോണിന്റെ ലോക്കിന്റെ പാറ്റേൺ ഇല്ലേ, അതുപോലെ ഇഷ്ടമുള്ള പാറ്റേൺ വരയ്ക്കാം. ഓക്കെ, മിസ് കാണിച്ചു തരാം. ഇത്രയും ഡോട്ട്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ എങ്ങനെയൊക്കെയാ നിങ്ങൾ വരയ്ക്കണ്ടേ?
സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലാന്റിംഗ് ലൈൻ ഓർ കർവ്ഡ് ലൈൻ. ഇത് കൊടുത്തിരിക്കുന്നത് ഇപ്പോ ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ലൈൻ, പിന്നെ നേരെ താഴേക്ക് ഒരു ലൈൻ. മിസ് വരയ്ക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, മിസ് മൗസ് കൊണ്ട് വരയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പാറ്റേൺ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ ഇങ്ങനൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൽ പാറ്റേൺ വരയ്ക്കാം. വരയ്ക്കേണ്ട എങ്ങനെയാണെന്നറിയോ? ഇതാണ് സ്ലീപ്പിംഗ് ലൈൻ, അതായത് സ്ട്രേറ്റ് ലൈൻ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ദിസ് ഈസ് സ്ലീപ്പിംഗ് ലൈൻ, ദിസ് ഈസ് സ്റ്റാൻഡിംഗ് ലൈൻ, അതായത് നേരെ നിൽക്കുന്ന ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ. പിന്നെ സ്ലാന്റിംഗ്, അതായത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ലൈനെയാണ് സ്ലാന്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ കർവ്ഡ് ലൈൻ, വളഞ്ഞിരിക്കുന്ന ലൈൻ, ഇങ്ങനെയുള്ള ലൈൻ. ഈ 4 രീതിയിലുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺസ് വരയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേ നിങ്ങള്. ഇഷ്ടമുള്ള പോലെ പാറ്റേൺസ് വരച്ചേ. മിസ്സും ട്രൈ ചെയ്ത് നോക്കട്ടെ വരയ്ക്കാൻ. നിങ്ങൾ വരച്ചോ? നല്ല രസമുണ്ടല്ലേ വരയ്ക്കാൻ? ഇല്ലേ? ഇതിപ്പോ ഒരു പൂമ്പാറ്റനെ പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും കൂടി വരയ്ക്കാലോ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺസ് വരയ്ക്കാം. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫോണിന്റെ പാറ്റേൺ വരയ്ക്കുന്ന പോലെ തന്നെ അല്ലേ? ഡോട്ട്സ് വെച്ചിട്ട് അപ്പൊ ഏതൊക്കെയായിരുന്നു ലൈൻസ് മിസ് പറഞ്ഞത്? ഏതൊക്കെ ലൈൻസാ പറഞ്ഞേ? ദിസ് ഈസ് സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, അതായത് നേരെ നിൽക്കുന്ന ലൈനെയാണ് സ്ലീപ്പിംഗ് ലൈൻ. നെക്സ്റ്റ്, സോറി, നേരെ നിൽക്കുന്നതല്ല, കിടന്നിരിക്കുന്ന പോലെയുള്ള ലൈനാണ് സ്ലീപ്പിംഗ് ലൈൻ. നെക്സ്റ്റ് സ്റ്റാൻഡിംഗ് ലൈൻ, ഇത് സ്റ്റാൻഡിംഗ് ലൈൻ. ഇനി അടുത്തത് സ്ലാന്റിംഗ്, SLANTING, സ്ലാന്റിംഗ്. ഇത് സ്റ്റാൻഡിംഗ്, ഇത് സ്ലാന്റിംഗ്. നെക്സ്റ്റ് കർവ്ഡ് ലൈൻ, CURVED, കർവ്ഡ് ലൈൻ. അപ്പൊ 4 രീതിയിലുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാറ്റേൺസ് വരയ്ക്കുന്നത്. വരച്ചു കഴിഞ്ഞോ? അടുത്തത് നല്ല രസാ വരയ്ക്കാൻ, പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ. എങ്ങനെ നമ്മൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യും? ആദ്യത്തെ പാറ്റേൺ ഒന്ന് നോക്കിയേ. നേരെ താഴേക്ക് ഒരു ലൈൻ, അവിടുന്ന് നേരെ ഒരു ലൈൻ,
അവിടുന്ന് നേരെ മേലേക്ക് അല്ലേ? അത് കഴിഞ്ഞിട്ട് നേരെ റൈറ്റിലേക്ക്, പിന്നെ അവിടുന്ന് നേരെ താഴേക്ക്. ഇങ്ങനെ ആ പാറ്റേൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. എക്സസൈസ് 5.1. വരയ്ക്കുന്നുണ്ടോ എല്ലാരും? ഇഷ്ടമുള്ള അത്രയും വരയ്ക്കാം പാറ്റേൺ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. ഇനി രണ്ടാമത്തെ പാറ്റേണോ? രണ്ടാമത്തെ പാറ്റേൺ എങ്ങനെയാ? ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ കുറേ ലൈൻസ് വരച്ചിട്ട് അതിന്റെ ഇടയ്ക്കൊക്കെ ഓരോ സർക്കിളും. മിസ്സിന്റെ കൂടെ തന്നെ എല്ലാരും വരച്ചു കേട്ടോ. ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ, ഇതാണ് രണ്ടാമത്തെ പാറ്റേൺ. ഇനി മൂന്നാമത്തെ പാറ്റേൺ. അയ്യോ, അത് വരയ്ക്കുമ്പം കേർവ്ഡ് ലൈൻസ് വെച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ. Okay, this is third pattern. ഇനി ഫോർത്ത് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഒന്നെല്ലാരും നോക്കിയേ. ഫസ്റ്റ് ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക്, പിന്നെ രണ്ടാമത്തെ ആരോ മാർക്ക് നേരെ മേലേക്ക്. അതായത് ഈ ആരോ മാർക്കിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് വെച്ചു, എന്നിട്ട് ഈ ആരോ മാർക്കിനെ നേരെ ഇങ്ങോട്ട് തിരിച്ചു. അപ്പൊ അടുത്തത് എങ്ങോട്ടായിരിക്കും? ശരിക്കും റൗണ്ട് അടിച്ച് വരുന്നത് പോലെ നേരെ താഴേക്ക്. പിന്നെ ആദ്യേ ഇതിനെ തിരിച്ചു ഇങ്ങോട്ട്, പിന്നെ നേരെ മേലേക്ക്, അതിനെ ലെഫ്റ്റിലേക്ക് തിരിച്ചു, അതിനെ വീണ്ടും താഴോട്ട് തിരിച്ചു. ദിസ് ഈസ് ലാസ്റ്റ് പാറ്റേൺ.
എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ക്ലാസ് തീരാൻ 4 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പറയാൻ. നെക്സ്റ്റ് പേജില് പേജ് നമ്പർ 113 അതിനകത്ത് കുറെ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഓക്കെ, ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം, വേണമെങ്കിൽ കളറും കൊടുക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കളർ ദി സ്ക്വയേഴ്സ് ടു മേക്ക് എ കളർഫുൾ പാറ്റേൺ. കുറെ സ്ക്വയർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയറിൽ ഓരോന്നിലും കളർ കൊടുത്തിട്ട്, അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ കളർ കൊടുത്തിട്ട് ഒരു കളർഫുൾ പാറ്റേൺ ഉണ്ടാക്കുക. എങ്ങനെ വേണമെങ്കിലും കളർ കൊടുക്കാം. നിങ്ങളുടെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ സ്ക്വയറിനകത്ത് ഫുള്ള് കളർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? കളർഫുൾ പാറ്റേൺ ആക്കാം. അത് രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. പേജ് നമ്പർ 113 ബിയും സിയും രണ്ട് ക്വസ്റ്റ്യനും ഹോംവർക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് പ്രോബ്ലം ഒന്നും ചെയ്യാനല്ല, കൂട്ടാനും കുറയ്ക്കാനും ഒന്നുമില്ല. ഫുള്ള് കളർ കൊടുക്കണ്ടായതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് ചെയ്യാൻ വിചാരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് തീരാനായി. എല്ലാരും ഹോംവർക്ക് ഇപ്പൊ തന്നെ ചെയ്തോ. ബുക്ക് അടച്ചു വെക്കണ്ട, ഇപ്പൊ തന്നെ പെട്ടെന്ന് ചെയ്തു വെച്ചോ. എന്താ മിൻഹാജ്? പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും അയച്ചോ, ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ എങ്ങനെ വേണമെങ്കിലും അയച്ചോ. ഇപ്പൊ തന്നെ അയക്കണേ, ആരും ബുക്ക് മടക്കി വെക്കണ്ട, വേഗം ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്തോ. ഓക്കെ, see you in next class. Bye.